അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇത് എവിടെയാണ്? സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നതാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് മുഖമറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ പറയുന്നു, ഒന്ന് ശ്രമിക്കുക. ഞാൻ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. ശരി, താങ്ക് യു വെരി മച്ച്. അല്ല, ഞാൻ സംസാരിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ഹലോ, ഹേമ കമ്മീഷൻ. അപ്പോൾ ലാലേട്ടൻ്റെ ഇന്നത്തെ പ്രതികരണം എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. ഓക്കെ, എനിക്കതിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വലുതായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി മീഡിയക്കാരും ഈ പറയുന്ന സോഷ്യൽ മീഡിയ, ഇപ്പം നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ്, പിന്നെ കുറച്ച് ജനങ്ങളും കണ്ടിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. എല്ലാവർക്കും കൂടെ വേണമെങ്കിൽ പുള്ളിക്കാരൻ്റെ അടുത്തിട്ട് ഉടുക്കാനുള്ള വകുപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലെ പ്രതികരണവും കാര്യങ്ങളും സ്ത്രീകൾക്കും അതിനും ഇതിനു വേണ്ടിയൊന്നും സംസാരിച്ചില്ല. വലിയ ചോദിച്ചതിന് ഉത്തരങ്ങൾ കൊടുക്കുന്നില്ല, ഉരുണ്ട് കളിക്കുന്നു, അങ്ങനെയൊക്കെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ. ഓക്കെ, എന്തായാലും ഞാൻ ആ വീഡിയോസൊക്കെ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് നോക്കിക്കേ. നമുക്കിപ്പം ഇതിനു മുമ്പ് എന്താണ് നടന്നത്? വളരെ ഇന്ത്യ കാണാത്ത ഒരു വലിയ ദുരന്തമാണ് നടന്നത്, ഒരു ഉരുൾപൊട്ടൽ. പക്ഷെ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു. പ്രളയം, അതൊക്കെ അതിജീവിച്ചു. നിരപരാധിയായ ഒരുപാട് പേര് അതിൽ ഒഴിച്ചു പോയിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് നമുക്കിതിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണം. കാര്യം ഈ ഒരു വലിയ ഇൻഡസ്ട്രി തകർന്നു പോയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമുള്ള ഒരുപാട് പേര് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും. അത് വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട്, അതിന് സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട്, അഭിനയിക്കാത്തവരുണ്ട്. പിന്നെ ഇത്തരം ആളുകൾക്കുള്ള എങ്ങനെയാണ് ഇവർക്കൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നവർക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാകണം. കാര്യം നമ്മൾ പലപ്പോഴും പോകുമ്പോൾ അതൊരു ഏജൻസിയാണ്, അവരാണ് നമുക്ക് അവരെ ആൾക്കാരെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. അപ്പോൾ ഇതിനൊരു നിയമ നിർമ്മാണം ഉണ്ടാക്കാൻ മലയാള സിനിമയിൽ ആക്ടേഴ്സ് എന്ന് പറയുന്നത് 500 പേരുള്ളെങ്കിൽ എല്ലാവരും വളരെ എന്താ പറയുക, വളരെ സെൻറ്റിമെൻ്റലാണ്, പെട്ടെന്ന് എക്സൈറ്റഡ് ആകുന്ന ആൾക്കാരാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അതിൽ തളർന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പം വയനാടിൻ്റെ കാര്യം എന്തായാലും സംസാരിച്ചല്ലോ, നല്ല കാര്യം. ആ കാര്യങ്ങൾ എല്ലാവരും മറന്നുപോയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹം സംസാരിച്ചു. പക്ഷേ ഇതൊന്നും ആൾക്കാരൊന്നും ചിന്തിക്കത്തില്ല. വയനാട് ഇപ്പോൾ ഒരു മൂലയ്ക്ക് കിടക്കുകയാണ്. അതുപോലെ തന്നെ അർജുൻ്റെ കേസ് കേട്ട്, മുല്ലപ്പെരിയാർ, ഇതൊക്കെ പിന്നെ ഒരു മൂലയ്ക്ക്. അതിനി ആർക്കും ഒന്നും അറിയണ്ട. ഒരു മാസത്തേക്ക് ഇനി ഇതിനുള്ള വകുപ്പായിട്ടുണ്ട്, അതായിട്ട് പോകും. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ വേണ്ടി പ്രത്യേകം എന്താ പറയേണ്ട ഒരു ഗ്രൂപ്പും അല്ലെങ്കിൽ ഒരു സംഘടന പോലൊക്കെ തയ്യാറാക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ. അതിപ്പോഴല്ല ചിന്തിക്കേണ്ടത്, സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പേ ചിന്തിക്കണം. വളർന്നു പോകുന്ന ആൾക്കാരാന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞല്ലോ. ഇതൊക്കെ കാണിക്കുമ്പോഴും ആലോചിക്കണമായിരുന്നു. ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോഴൊക്കെ ആലോചിക്കണം. കയറി പിടിക്കാൻ പോവുക, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഇപ്പം തന്നെ വണ്ടിയിലാണെങ്കിൽ പോലും റൂമും പോട്ടെ, ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ വെക്കുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരത്തെ സുഖത്തിനും ഇതിനും വേണ്ടി ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പം എന്താ പറയണ്ടേ, തളർന്നു പോകുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം. ഞങ്ങളെല്ലാവരും മാറി എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ്. കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം മാത്രമല്ല ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സിനിമയിലെ മറ്റ് പല ഭാഗങ്ങളിലുള്ള പല കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, എന്നെക്കാണ്. അപ്പൊ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. എന്തിനും ഏതിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അതിൽ തെറ്റുകളുണ്ടാകാം, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പൊ അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഇത് എല്ലാവർക്കും തുറന്ന് സംസാരിക്കാനുള്ളൊരു വേദിയായി മാറണം. എല്ലാത്തിനും നമ്മളല്ലല്ലോ ആൻസർ ചെയ്യുന്നത്. ഒരു സംഭവം നടന്നാൽ അതിൽ അമ്മ എന്ന് പറയുന്ന സംഘടന അല്ല ആൻസർ ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്നത് എന്നിലേക്കും എൻ്റെ കൂടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരിലേക്കും. ഞാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സും അതിലെ സിനിമയിലെ തലമൂത്ത ആൾക്കാരുമായിട്ടും അതിൻ്റെ ബാക്കി മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ട് സംസാരിച്ചെടുത്തൊരു തീരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്നിപ്പോൾ മാറി നിൽക്കാം. എന്നിട്ട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രവർത്തനങ്ങളൊന്നും നിർത്തിക്കൊണ്ടല്ല. ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട്, ഞങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട്, ഞങ്ങൾക്ക് വീട് പണി നടന്നിട്ടുണ്ട്, ചില കാര്യങ്ങൾ മുഴുവിപ്പിക്കാനുണ്ട്. അതിന് ഇവിടെ ഞങ്ങൾ വളരെ ചെറിയ ചില മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. ഓണത്തിനുള്ള ചില പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു. അതെല്ലാം നിർത്തിവെച്ചുകൊണ്ടല്ല, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കാനായിട്ട് ഈ സംഘടനയിലുള്ള ഇപ്പോൾ ഉള്ള ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനും ഏതിനും അമ്മ എന്ന സംഘടനകളെ കുറ്റം പറയരുതെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്.
പക്ഷെ അതങ്ങനെയാണല്ലോ ലാലേട്ടാ, അതങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരാൾ തെറ്റിയത് എല്ലാവരും കൂടെ അതി പങ്കാളികളാണെന്നുള്ള. ഇപ്പം എത്ര പേരുണ്ട്, എത്ര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തികളാണ് ഇപ്പം ഇതായിരിക്കുന്നത്. പ്രത്യേകിച്ച് സിദ്ദിഖ്, ജയസൂര്യ, മുകേഷ്, ഇവരൊക്കെ മെയിനായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം സംശയം ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തും വരും. പിന്നെ ഇവർ പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, നല്ല കാര്യം. അത് നിർത്തത്തൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവർ പറയുന്നത്. അവർ എല്ലാവരും രാജിവെച്ചെന്നേ ഉള്ളൂ, പക്ഷെ ഇപ്പോഴും താൽക്കാലികമായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇത്. വലിയ നാഷണൽ ന്യൂസായി ഇന്റർനാഷണൽ ന്യൂസായിട്ട് ഈ വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കൂ. നിങ്ങളും എന്നോടൊപ്പം ആഗ്രഹിക്കൂ. ദയവ് ചെയ്ത് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പാൻ ഇന്ത്യൻ ന്യൂസായി, പാൻ വേൾഡായി. ഇനിയിപ്പം എന്താ അറിയാനാ, ഇൻഡസ്ട്രിക്ക് തന്നെ ഏറ്റവും വലിയ നാണക്കേടായി. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പം പിന്നെ ഇപ്പം എന്താ പറയണ്ടേ, ഇപ്പം ഇവിടെ അഭിനയിപ്പിക്കാത്ത മിക്കവരും തമിഴ്നാട്ടിൽ പോയി നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചാണെങ്കിൽ ഈ പാർവതിയും അവരൊക്കെ. അപ്പോൾ ഉറപ്പാണ് ഭയങ്കര നാണക്കേടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലാലേട്ടൻ നിർത്തിയിട്ട് പോയതാണ്. ഇനി എപ്പോഴത്തേക്ക് അവർ പിന്നെയും വിളിച്ച് ചോദിക്കുന്നുണ്ട്. എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം. അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? അതിനൊരു വിധേയരായവരല്ലേ, എന്താണെന്നൊന്നും അറിയില്ല. ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിയിട്ട് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച് സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട്. ഇത് സിനിമയിൽ മാത്രമല്ല. അതിലിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിൻ്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. കാര്യം അത് സംഭവിച്ചു പോയി. അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പം ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ, ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കുകയും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ? ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് അന്യന്മാരായി പോകുന്നത്? അത് തെറ്റാണ്. ഒരു മിനിറ്റ് മോനെ, ഞാൻ സംസാരിച്ചോട്ടെ. എന്നാ പറയും. അത് ഞാൻ പറഞ്ഞു. ഇത് തന്നെ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത്, അതിന് നിയമമുണ്ട്, തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത്? അതിന് പോലീസുണ്ട്, ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട്, കോടതിയുണ്ട്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. അതിനെക്കുറിച്ച് ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയുന്നത്? ഈ അടുത്ത സമയത്ത് എന്താ പറയണ്ടേ, ഇങ്ങനെ ഒരുമാതിരി സംസാരിക്കുന്നതിന് ആദ്യമായിട്ട് കാണുകയാണ്. പുള്ളിക്ക് എന്താ പറയണ്ടേ, ഉത്തരങ്ങൾ കിട്ടുന്നില്ല സത്യത്തിൽ. ചിലപ്പോൾ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. കാരണം എന്ന് വെച്ചാൽ അമ്മയുടെ പ്രസിഡന്റ് അദ്ദേഹമാണ്. ഇപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ തുടക്കത്തെ കാര്യങ്ങളെ ഇങ്ങനെയും കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ തിരിച്ച് വന്നില്ലേ, സിനിമയിൽ വന്നില്ലേ, അത് ആരെയാന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ. പിന്നെ പുള്ളി കോടതിയല്ല, ഇതെല്ലാം തീരുമാനിക്കേണ്ട കോടതിയും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ കറക്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുക. പിന്നെ മാധ്യമങ്ങൾ നിങ്ങളൊക്കെയാണ്, അവരാണല്ലോ ന്യൂസും കാര്യങ്ങളെല്ലാം പൊക്കിക്കൊണ്ട് വരുന്നതും. ഇവിടെ എന്താ എപ്പോഴും സ്ത്രീകളുടെ കാര്യം മാത്രമാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർക്കുണ്ടായ കാര്യങ്ങളും ഇതൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നൊന്നും ഇല്ല. ഇപ്പം തന്നെ ഒരു വന്നിട്ട് രഞ്ജിത്തിന്റെ പേര് പറഞ്ഞ് അവിടെ രേവതിയുടെ കാര്യം പറയുന്നു. അതിനെക്കുറിച്ച് ചർച്ചയും കാര്യങ്ങളൊന്നും ഇല്ല. പറഞ്ഞു മനസ്സിലായോ? ചർച്ച വന്നാൽ ഈ ഇതിനൊരു ഗുമ്മുണ്ടാവില്ല. WCCയും കണക്കാ, ഇവരും കണക്കാ എന്നുള്ള രീതിയിലായിപ്പോവും. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ ആൾക്കാർക്ക് എപ്പോഴും ട്രെൻഡിങ് ഏതിനായിരിക്കും കൂടുതൽ, ഇത് ആ രീതിയിലേ പോകത്തുള്ളൂ. പിന്നെ ലാലേട്ടൻ അവസാനം വന്നിട്ട് ഇതിൽ നിന്ന് ഒന്നും പറയാതെ ഉള്ള രീതിയിൽ ഇറങ്ങിപ്പോവായിട്ടാ അത് ഞാനത് വെച്ച് തരാം. അല്ല, അങ്ങനെ റിപ്പോർട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇത് എവിടെയാണ്? സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നതാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് മുഖമറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഒരാള് അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാം. ഇതൊരു വലിയൊരു ഇൻഡസ്ട്രി അല്ലേ. ഇത് എന്താ നടന്നിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഇപ്പൊ കൺസേൺഡ് 21 യൂണിയനുകളുണ്ട്. അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെല്ലാം അറിയിക്കണ്ടേ? ഇപ്പൊ അതിലില്ലാത്ത ഒരു അമ്മയെ വന്ന് അറിയിച്ചിട്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്താ പ്രസക്തിയാണുള്ളത്? അത് എന്താണ്? ഇതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ 2 മാസം. അതിനുള്ളിൽ നമുക്കിതറിയാം. ഇതറിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. അപ്പൊ നിങ്ങൾ സഹകരിക്കൂ പ്ലീസ്. എനിക്ക് ബിബി ജോൺ സാറിന്റെ ഒരു അനുസ്മരണത്തിന് പോകാനുള്ളതാണ്. അത് എന്റെ സുഹൃത്തെ, ഞാൻ അതിൻ്റെ ഇപ്പൊ പറഞ്ഞു. ശരി, വളരെ എനിക്ക് ബേബി ജോൺ സാർ ഒരു മിനിറ്റ് ബേബി ജോൺ സാറിന്റെ ഒരു അനുസ്മരണത്തിന് പോകേണ്ടതാണ്.
നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഞാൻ എങ്ങനെയാണ് കാണുന്നത് ഈ റിപ്പോർട്ട്? എന്നെ വിളിച്ചതാണ്, ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. അതെങ്ങനെ അത് ഒരു അങ്ങനെ ഗോപ്യമായി വെച്ചിരിക്കുന്ന അല്ല, ആ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് എങ്ങനെയാണ് പറയുന്നത്? അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അവരത് പഠിച്ചിട്ട് പറയട്ടെ. എനിക്കില്ലേ, നിങ്ങൾക്ക് ഉള്ള അറിവാണ് എനിക്കും. അങ്ങനെ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായെന്ന് അങ്ങനെ പറയും. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാകരുത്. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നു, ഒന്ന് ശ്രമിക്കുക. ഞാൻ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. ശരി, താങ്ക് യു വെരി മച്ച്. അല്ല, ഞാൻ സംസാരിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ചോദ്യങ്ങളും നല്ല രീതിയിലൊന്നും അല്ല ചോദിക്കുന്ന സത്യത്തിലാണ്. കോടതി ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ലാലേട്ടൻ കണ്ടിട്ട് എന്തെടുക്കാനാ? ലാലേട്ടൻ കാണാൻ പറ്റുമോ? ഇല്ല. ചോദ്യങ്ങളും കാര്യങ്ങളൊന്നും അത്ര നല്ലതൊന്നും അല്ല. പിന്നെന്താണ് ഉത്തരം കൊടുക്കുന്നതും. പുള്ളിക്ക് എന്താ പറയണ്ടേ? ഒരുമാതിരി ചെകുത്താനെയും കടലിന്റെ നടുക്ക് ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് പുള്ളി സംസാരിക്കുന്നത്. മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു പവർ ഗ്രൂപ്പിലും ഇല്ല, അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ കാര്യം ഇപ്പോഴാണ് അവർ കേൾക്കുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ. എന്തോ ഒന്നും അറിയത്തില്ല. അതിൻ്റെയൊക്കെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമല്ലോ. ഇവിടെ 7 വർഷം കൊണ്ട് ഇവിടെ ഇരയ്ക്ക് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി നടപ്പുണ്ട്. അതൊന്നും നടക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കേസും കൂടെ വന്നിട്ട് ഇനി എന്തെടുക്കാനാണെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. അവസാനം പിന്നെ എന്താണ് അവര് അദ്ദേഹത്തിന് ഉത്തരം ശരിയാ, ചില വാക്കുകൾ മീൻസ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, ലാലേട്ടൻ മറുപടി പറയുമ്പോൾ പിന്നെ അടുത്ത ചോദ്യമായിട്ട് വരുമ്പോൾ അങ്ങനെ അയാൾ സ്റ്റേജിൽ നിന്ന് തന്നെ ഇറങ്ങി പോകുന്ന രീതിയിലായിട്ട് നിങ്ങൾ കണ്ടല്ലോ വീഡിയോയ്ക്കകത്ത്. അതാണ് എനിക്ക് സത്യം പറഞ്ഞ ഈ ഒരു ഇന്നത്തെ ഒരു വിഷയത്തിൽ വലിയതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വലിയ പ്രതികരണമായിട്ടോ വലിയ ഇതായിട്ടോ. പിന്നെ ലാലേട്ടനെ വേണമെങ്കിൽ എടുത്ത് കൊടുക്കാം, റീച്ച് കിട്ടാൻ വേണ്ടി. ഇപ്പം ആർക്ക് വേണമെങ്കിലും എടുത്ത്, ഇപ്പം എനിക്കാണെങ്കിലും പോലും ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് പ്രതികരിക്കാൻ ഒന്നും തോന്നുന്നില്ല. പിന്നെ ഒരു ഇതിനു വേണ്ടി മാത്രം സംസാരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. കാരണം കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ട് ഡാനി ചേട്ടൻ എന്ത് തോന്നിയെന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിൽ എടുക്കണ്ട എന്നുള്ള രീതിയിൽ. പിന്നെ എന്തായാലും എടുത്ത് സംസാരിക്കുന്നതെന്നുള്ളൂ മാത്രം. ഇതിനങ്ങനെ പ്രത്യേകിച്ചായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ മെയിനായിട്ട് സംസാരിക്കാനാണെങ്കിൽ ജയസൂര്യയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ 2 ദിവസം കൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് ഇതുമായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജയസൂര്യയുടെയാണ് മെയിനായിട്ട് സംസാരിക്കേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പം ബൈ, ലവ് യു ഓൾ. സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്